ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഒരു ബൊഗെയിൻവില്ലയുടെ എയർ ലെയറിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ഇതിലിപ്പം നമ്മളിന്ന് ഈ ഒരു ബൊഗെയിൻവില്ലയുടെ ഒരു വൈറ്റ് ഒരു ഷെയ്ഡ് വരുന്ന ബൊഗെയിൻവില്ലയുടെ ഇതിന് നമ്മളിപ്പം എയർ ലെയറിംഗ് ചെയ്യുകയാണ്. അപ്പോൾ എയർ ലെയറിംഗ് ചെയ്യുമ്പോൾ നമ്മളതിന് പറ്റിയൊരു ഇതിൽ ഏറ്റവും വെച്ച് നോക്കിയിട്ട് നമുക്ക് അതിന് സൗകര്യത്തിനനുസരിച്ച് പറ്റിയൊരു കമ്പാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിൽ ഇവിടെ ഈ ഒരു കമ്പ് അതിന് ഏകദേശം ഓക്കെയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഈ മുള്ള് വരുന്ന ഒരു ഭാഗം അതിൻ്റെ മേളിൽ 1 ഇഞ്ചും താഴെ 1 ഇഞ്ചുമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആ മുള്ളങ്ങോട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റണം. അത് 2 മുള്ളുണ്ട്, ഞങ്ങൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഇവിടുന്ന് 1 ഇഞ്ച് മേളിൽ, അതായത് ഈ മുള്ള് വരുന്നതിൻ്റെ 1 ഇഞ്ച് മേളിൽ ഒരു ചെറിയ കട്ടിങ് കൊടുത്തു, അതിൻ്റെ 1 ഇഞ്ച് താഴെയും കൊടുത്തു ഒരു കട്ടിങ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്, ലെയർ ലെയറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് നമുക്ക് റൂട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ആ തൊലി നമുക്ക് അവിടെ നിന്ന് അടക്കി മാറ്റണം. ഞാൻ മുമ്പത്തെ ചാമ്പയുടെ വീഡിയോയിലൊക്കെ കാണിച്ച പോലെ അവിടുന്ന് ആ തൊലി നമ്മളവിടെ നിന്ന് അടത്തി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൊലി അവിടെ നിന്ന് അടത്തി മാറ്റാൻ നമ്മൾ ഇവിടുന്ന് തൊലി ഇതുപോലെ നമ്മൾ ആ തൊലി അവിടെ നിന്ന് നഖം കൊണ്ട് തന്നെ കിട്ടും. ആദ്യം ഒന്ന് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്താൽ നമുക്ക് നഖം കൊണ്ട് കിട്ടും. ഇനി അഥവാ കിട്ടിയില്ലെങ്കിൽ നമുക്കിത് ഇതുപോലെ ചെറിയ രീതിയിൽ ചുരണ്ടി കൊടുത്താൽ മതി. ഇവിടെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതിന് മുന്നേ ഞാനൊരു ഗന്ധരാജനിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ചാമ്പയിലും ചെയ്തു. ഇതിപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഉള്ള ഒരാളുടെ അഭിപ്രായ പ്രകാരമാണ് നമ്മളിത് അവർക്ക് ബൊഗെയിൻവില്ലയിൽ ചെയ്തെന്ന് കാണിക്കാൻ പറഞ്ഞു, ചെറിയൊരു പ്ലാന്റിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിവിടുന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നല്ല രീതിയിൽ ആ തൊലി കളഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ തൊലിയുടെ ഭാഗം ഇവിടെ ഈ ഒരു ഗ്രീൻ കളർ ഒരു കോട്ടിംഗ് ഉണ്ട്. കോട്ടിങ് നമുക്കിങ്ങനെ ബ്ലേഡ് വെച്ച് ഇങ്ങനെ ചുരണ്ടി കളയണം. ബ്ലേഡ് നമുക്കിങ്ങനെ ചുരണ്ടി കളയാം. അപ്പോൾ ഇങ്ങനെ ആ ഗ്രീൻ കളർ ഇങ്ങനെ അവിടെ നിന്ന് പോകും. അപ്പോൾ നമ്മൾ ചുറ്റും നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ചുറ്റുമായിട്ട് നമുക്ക് ആ ഗ്രീൻ കളർ ചുരണ്ടി കളയാം. ഓക്കെ, കംപ്ലീറ്റ് ചുരണ്ടി കളഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് എടുത്ത് മാറ്റുക. അത് തീരെ ഉണ്ടാവരുത്. അത് ഉണ്ടായിക്കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് അവിടെ തന്നെ ആ തൊലി സെറ്റായി വരും. അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാന്റ്സിനുള്ളൊരു സംവിധാനമാണ് ആ ഗ്രീൻ കോട്ടിങ്. ഇത് കംപ്ലീറ്റ് കളഞ്ഞ് കഴിയുമ്പോൾ നമുക്കിവിടെ ഇനി നമുക്ക് വേണ്ടത് ഒരു ജിഫി വെച്ചിട്ട് നമുക്കിവിടെ ഇപ്പം കറ്റാർ വാഴയുടെ ഇത് തേക്കണം. അത് ഞാനിപ്പോൾ കാണിക്കാം. ഇനി നമ്മൾ ഇതുപോലെ ഒരു കറ്റാർ വാഴയുടെ പീസ് എടുക്കുകയാണ്. ആ പീസ് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് ബാക്കിയുള്ള പീസ് മാറ്റി വെച്ച് അത് അതിൻ്റെ നടുക്കൂടെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. അത് അതിൻ്റെ ജെല്ല് നമുക്ക് സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടി. ഓക്കെ, എന്നിട്ട് ഈ ജെല്ല് കിട്ടി കഴിഞ്ഞാൽ ഈ ജെല്ല് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചേർത്ത് അങ്ങോട്ട് ഇവിടെ വെച്ച് കൊടുക്കുക. കറ്റാർ വാഴയുടെ ജെല്ലടക്കം ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് എന്നിട്ട് അത് കംപ്ലീറ്റ്ലി ജെല്ല് അതിലായതിനു ശേഷം നമ്മളിത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് നമ്മളിവിടേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുക. അധികം അമർത്തി വെക്കൊന്നും വേണ്ട, ജസ്റ്റ് അവിടെ നിന്ന് ഹോൾഡ് ആവുന്ന രീതിയിൽ നിന്നോളും. ഇങ്ങനെ നമ്മൾ ആ പീസ് അവിടെ കുറച്ച് നേരം വയ്ക്കുക. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ജിഫി ബാഗ്. ഞാനിപ്പം ജിഫി വെള്ളത്തിലിട്ടിട്ട്, ഇത് കുറച്ച് പഴക്കമുള്ള ജിഫിയാണ്, നിങ്ങളുടെ ഒന്നും കുറച്ചുകൂടി സ്റ്റഡി ആയിട്ട് നിൽക്കും. ഇത് കുറച്ച് പഴക്കമുള്ളൊരു ജിഫി ഞാൻ എടുത്താണ്. ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ കുറച്ച് ആയി വന്നാൽ ഇതിന് നമ്മൾക്ക് ഇങ്ങനെ നടുക്കൂടെ കറക്റ്റായിട്ട് മുറിച്ച് കൊടുക്കാം. ഈ ജിഫീനെ ഇങ്ങനെ മുറിക്കുക. ഹാഫ് മുറിക്കേണ്ട, മുഴുവനായിട്ട് മുറിച്ച് കളയരുത്. നമുക്കൊരു ഇത് കിട്ടാൻ വേണ്ടി, ഒരു ഹോൾഡ് ചെയ്യുന്നൊരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ് ജിഫി എടുക്കുന്നത്. ഈ ചകിരിച്ചോറുള്ളവർക്ക് അത് മാത്രം എടുത്താൽ മതി. ഞാൻ അന്ന് കാണിച്ച പോലെ മുരിങ്ങയുടെ ജ്യൂസിലിടുക. ഇതിന് ഞാൻ അതിൽ ഓൾറെഡി ജിഫി അതിനകത്ത് ഇട്ട് വെച്ചിരിക്കുന്നത്, മുരിങ്ങയുടെ ജ്യൂസിനകത്ത് കുറച്ച് നേരം ഇട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്ക് നല്ല റൂട്ടിങ്, ഇത് ഓൾറെഡി കറ്റാർ വാഴയുടെ ഇത് ആൻറ്റി ഫംഗലുമാണ്, പിന്നെ റൂട്ടിങ് ഹോർമോണിൻ്റെ ഗുണം ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മുരിങ്ങയിലയുടെ നീരിനും റൂട്ടിങ് ഹോർമോണിൻ്റെ അതേ ഗുണമാണുള്ളത്. അപ്പോൾ നമ്മളത് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ട് കെട്ടണം. ഇനി നമുക്കെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ നമ്മൾ വേസ്റ്റായിട്ടൊക്കെ കിടക്കുന്ന വീട്ടിലൊക്കെ യൂസ് ആക്കി കിടക്കുന്ന എന്തെങ്കിലും മേടിച്ചതിൻ്റെ ബാക്കിയുള്ള പ്ലാസ്റ്റിക് കവർ ട്രാൻസ്പെറൻ്റ് ആണ് നല്ലത്. കാരണം നമുക്ക് വേര് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും ട്രാൻസ്പെറൻറ്റ് കവറാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ സാധനം ഇതിനകത്തേക്ക് നമ്മുടെ ജിഫി ബാഗ്, നമ്മളിപ്പോൾ കട്ട് ചെയ്ത ജിഫി ബാഗ്, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ചകിരിച്ചോറ് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ചകിരിച്ചോറ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇതിപ്പം കുറച്ചുകൂടി ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് സ്റ്റേബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ജിഫി ബാഗ് ചെറുതെടുത്തിരിക്കുന്നത്. ചകിരിച്ചോറ് എടുത്താലും മതി. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലൊരു കമ്പി എടുത്തിട്ട് ഈ കമ്പി കൊണ്ട് ഇത് അതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഈ മുട്ടായൊക്കെ പൊതിയുന്ന പോലെ ഇതിനെ കെട്ടി പൊതിയണം. അപ്പോൾ ഞാൻ കാണിക്കാം എങ്ങനെയാണ്. അപ്പോൾ ഓൾറെഡി നമ്മളവിടെ വെച്ചിരിക്കുന്ന ഇതവിടെ ഉണ്ട്, കറ്റാർ വാഴയുടെ ഇത്. അതിന് അടിയിലേക്ക് നമ്മൾ ഇതിനെ
ചേർത്തെടുത്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചേർത്ത് വെച്ച് കൊടുക്കാം. ഉള്ളിലേക്ക് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നല്ല രീതിക്ക് അവിടെ ഇരിപ്പുണ്ട്. കാണാമല്ലോ, ശരിക്കും കാണാം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മളതിനെ അമർത്തി കൊടുക്കുക. അപ്പോൾ അതവിടെ ക്ലോസ് ആയി. എന്നിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കടലാസ് ഒരു മിഠായി പൊരിയുന്ന പോലെ ഇതിനകത്തേക്ക് കറക്റ്റായിട്ട് അങ്ങ് വെച്ചിട്ട് ആദ്യം അടിഭാഗത്തേക്ക് അങ്ങ് കെട്ടുക. നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടുക, ഒരു കുഴപ്പമില്ല. ഈ ഒരു കമ്പിയോ ഇനി കേബിൾ ടൈ ഉള്ളവർക്ക് അത് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് നല്ല രീതിക്ക് ഇത് ചുറ്റി കൊടുക്കും. പ്ലെയർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടൈറ്റായിട്ട് ഇരുന്നോളും. ഇങ്ങനെ ചുറ്റിയതിന് ശേഷം ആ കമ്പിലേക്ക് നല്ല രീതിക്ക് ചുറ്റി വെച്ച് കൊടുത്താൽ അതവിടെ ഹോൾഡായി. ഓക്കെ, അപ്പോൾ ഇവിടെ ഹോൾഡായി. എന്നിട്ട് നമ്മൾ വേറൊരു കമ്പി എടുത്തിട്ട്, രണ്ടാമത്തെ കമ്പി എടുത്തിട്ട് ഇത് നല്ല രീതിയിൽ അമർത്തി കൊടുക്കുക ഇവിടെ. കാരണം നല്ല ഹോൾഡായിട്ടിരിക്കണം. എന്നിട്ട് ഈ ടോപ്പ് പോർഷനിലും കൂടെ ഇങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് ചുറ്റി വരുന്നിട്ട് ഇങ്ങനെ അങ്ങ് തിരിച്ചു കൊടുക്കുക. ഇവിടെ കണ്ട നല്ല ടൈറ്റായിട്ട് ഇരിപ്പുണ്ട് ഈ ഭാഗം. എന്നിട്ട് നല്ല കൈ വെച്ച് നല്ല അമർത്തി വെക്കുക. അതായത് ആ ഭാഗം നല്ല രീതിക്ക് അമർന്നിരിക്കണം. ലൂസായിട്ടിരുന്ന് കഴിഞ്ഞാൽ റൂട്ട് വരില്ല. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അമർത്തി കൊടുക്കുക. അപ്പോൾ ഈ ഭാഗം കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൂവുണ്ടായിരിക്കുന്ന ഭാഗമാണ് നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ ഒരു കമ്പ് കിട്ടും. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ, ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയുമ്പോൾ ഇതിലേക്ക് വെള്ള വേരുകൾ വന്നു തുടങ്ങും. അപ്പോൾ ഇതിൽ ഈർപ്പം ഓൾറെഡി ഉണ്ട്. ഇനി ഈർപ്പം കുറയും തോന്നുവാണെങ്കിൽ നമുക്ക് ഇത് നന്നായിട്ട് നനച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ മാത്രം നനച്ചാൽ മതി. ഭൂമിയിലേക്ക് പൊതുവെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈർപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചിറങ്ങും. ഓക്കെ, അപ്പോൾ ഈ കമ്പ് വേര് വരും. വൈറ്റ് വേരാണ് ആദ്യം വരിക. അതിന് ശേഷം കുറച്ച് ഗ്രീനിഷ് ആയിട്ട് വരും. നിറച്ച് തിങ്ങി നിറഞ്ഞതിന് ശേഷം മാത്രം നമ്മളിത് കട്ട് ചെയ്യുക. ഇതിൻ്റെ താഴെ വെച്ചിട്ട് നമുക്കിവിടെ കട്ട് ചെയ്തിട്ട് ഇതിനെ കംപ്ലീറ്റ് വേറൊരു പ്ലാന്റായിട്ട് നമുക്ക് വളർത്താൻ പറ്റും. അതായത് പെട്ടെന്ന് തന്നെ ഫ്ലവർ വരുന്ന രീതിയിൽ വേറൊരു പ്ലാന്റായിട്ട് വരും. ബൊഗെയിൻവില്ല പൊതുവേ കമ്പ് കുത്തി കഴിഞ്ഞാൽ മുളച്ച് വരുന്നത് വളരെ റെയറാണ്. നമ്മളൊരു 10 കമ്പ് കുത്തിയോ 2 കമ്പ് 3 കമ്പൊക്കെയാണ് നമുക്ക് തെഴുത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ 100% റിസൾട്ടാണ്. ഇനി അഥവാ ഇത് സക്സസ് ആയില്ലെങ്കിലും ഈ കമ്പ് ഇങ്ങനെ തന്നെ കിടന്നു പോകും. നമുക്ക് ആ കമ്പ് നഷ്ടമാവില്ല. പിന്നെ അത് നമ്മൾ പൊതുവേ ഇത് മഴക്കാലം അടുക്കുമ്പോൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ മഴക്കാലത്ത് നമ്മൾ ഈ കമ്പുകളൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ ഇതിൽ നിന്ന് തന്നെ പ്രൂൺ ചെയ്താൽ നമുക്ക് ആ പ്രൂൺ ചെയ്യുന്നതെല്ലാം സക്സസ്ഫുൾ ആവുകയും ചെയ്യും. അതിൽ നിന്നൊക്കെ നമുക്ക് ഓരോ തൈകളും കിട്ടും. എന്നിട്ട് അടുത്ത മഴ കഴിഞ്ഞിട്ടുള്ള സീസൺ ആകുമ്പോഴേക്കും, ഒരു ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു പ്ലാന്റ് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനും പിന്നെ ആ സീസൺ ആകുമ്പോൾ നല്ല രീതിക്ക് ഫ്ലവർ ചെയ്യാനുള്ളൊരു ഗുണം ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സംഭവം നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇത് ഞാൻ നേരത്തെ 2 വീഡിയോ ചെയ്തു. ഇതിപ്പോൾ ഒരാളുടെ റിക്വസ്റ്റ് പ്രകാരം ചെയ്തതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുക. എല്ലാവരും അഭിപ്രായം ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.